വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെക്രൗൽ ഹിക്കായ വ നഖ്താറുൽ ഇജാബാത്തി സ്വഹീഹ. താഴെ ഒരു ഹിക്കായ തന്നിട്ടുണ്ട്. ഹിക്കായ എന്ന് പറഞ്ഞാൽ ഒരു വിവരണം. വ നഖ്താറുൽ ഇജാബാത്തി സ്വഹീഹ, എന്നിട്ട് നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഹിക്കായ എന്താണെന്ന് വായിക്കാം. സെഫീർ യദുറുസു ഫി സൊഫി റാബിയ. സെഫീർ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മസാ ആൻഡ് റജ മിനൽ മദ്രസത്തി ഇല ബൈത്തിഹി. വൈകുന്നേരം അവൻ മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയാണ്. റാ യൗലാനും ഫി ജരീദ ആൻഡ് മുസാബക്കത്തിൽ കൗസിൽ ആലമി. അവൻ വരുന്ന വഴിക്ക് ഒരു യൗലാനും ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. എവിടെയാണ് കണ്ടത്? ഫി ജരീദ, ന്യൂസ് പേപ്പറിലാണ് കണ്ടത്. അൻ മുസാബക്കത്ത് കൗസിൽ ആലം, എന്തിനെ കുറിച്ചിട്ടാണ്? വേൾഡ് ഫുട്ബോളിനെ കുറിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. കാലലി അബീഹി ലൈലൻ, അവൻ രാത്രി ഉപ്പയോട് പറഞ്ഞു, ബാബ ഉരീദു സിയാറത്തി ദൗലത്ത് ഖത്തർ. എന്താണ്? എനിക്ക് ഖത്തറിലേക്ക് സിയാറത്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സാല അബൂഹു, അപ്പോൾ ഉപ്പ ചോദിച്ചു, ലിമ, എന്തിനാ പോകുന്നത്? കാലലി മുഷാഹദത്തി മുസാബക്കത്ത് കൗസിൽ ആലം, എനിക്കെന്താണ്? ഫുട്ബോൾ കാണണം, അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. കാലലി അബി, അയ്യുവ, നല്ലതാണ്. നെസാബു ഇല ഖത്തർ ഇൻഷാ അല്ലാ, നമുക്ക് ഖത്തറിലേക്ക് പോവാം ഇൻഷാ അല്ലാ എന്ന് പറയാണ്. അപ്പോൾ ഖത്തറിൽ വേൾഡ് ഫുട്ബോൾ കളിക്കുമ്പോഴാണ് ഈ ഒരു വിവരണം നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലെ ചോദ്യം നോക്കൂ. മൻ യദുറുസു ഫി സൊഫി റാബി, ആരാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? മൻ എന്ന് പറഞ്ഞാൽ ഹൂ എന്നാണ് അർത്ഥം. ഓക്കെ, ആര് എന്നാണ് അർത്ഥം. സെഫീർ, മുനീർ, അനീസ്. ആരാണ്? സെഫീർ ആണല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സെഫീർ. അത് ഇവിടെ കൂട്ടുകാർ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, സെഫീർ. ഇനി മത്താ റജ സഫീർ ഇല ബൈത്തിഹി, എപ്പോഴാണ് സഫീർ വീട്ടിലേക്ക് മടങ്ങിയത്? സ്വബാഹൻ, രാവിലെ. മസാഅൻ, വൈകുന്നേരം. ലെയ്ലൻ, രാത്രി. എപ്പോഴായിരുന്നു? മസാഅൻ. അപ്പോൾ മസാഅൻ എന്നിവിടെ എഴുതി കൊടുക്കുക. ഇനി മാതാ റാ സഫീർ ഇലൽ ജരീദ, ജരീദയിൽ സഫീർ എന്താ കണ്ടത്? ന്യൂസ് പേപ്പറിൽ എന്താ കണ്ടത്? ഹിക്കായ, ഒരു വിവരണം. കിസ്വ, ഒരു കഥ. യൗലാൻ, അഡ്വർടൈസ്മെൻറ്റ്. എന്താണ്? യൗലാൻ ആണല്ലേ. അപ്പോൾ യൗലാൻ എന്നവിടെ എഴുതുക. ഇനി ഐന തജ്രി മുസാബക്കത്ത് കൗസിൽ ആലം, എവിടെയാണ് ഫുട്ബോൾ നടക്കുന്നത്? എവിടെയാണ് നടക്കുന്നത് കൂട്ടുകാരെ? ലോകകപ്പ് നടക്കുന്നത് ഖത്തർ, ദുബൈ, ഹിന്ദ്. എവിടെയായിരുന്നു? ഖത്തറിലായിരുന്നു. അപ്പോൾ അവിടെ എഴുതുക. ബാബ ഉരീദു സിയാറത്ത് ഖത്തൽ, എനിക്ക് ഖത്തറിലേക്ക് പോകണം, എനിക്ക് ഖത്തർ സിയാറത്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം. മൻ കാലഹാദ, ആരാ ഇത് പറഞ്ഞത്? അബ്, സഫീർ, ഉമ്മ്. ആരായിരുന്നു? സഫീർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസറും സഫീർ. അപ്പോൾ ഇത്രയുമാണ് ഈ ആൻസേഴ്സൊക്കെ കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കുകയാണ് നിങ്ങൾ വേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വഫി യൗമിത്താലി സലാസ സഫീർ ഇലൽ മദ്രസ, പിറ്റേ ദിവസം സഫീർ മദ്രസയിലേക്ക് പോവുകയാണ്. ആ സ്വദീഖു അൻവർ, അങ്ങനെ പോകുന്ന വഴിക്ക് അവൻ കൂട്ടുകാരനായ അൻവറിനെ കണ്ടു. ഓക്കെ, ഫദാറ ബൈനഹുമാ ഹിവാർ, അവർ തമ്മിലുള്ള ഹിവാറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നെഹ്താറു വനുക്കമ്മിലുൽ ഹിവാർ, നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് എഴുതുക. എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വേർഡ്സ് തന്നിട്ടുണ്ട്. ഐന ചോദിച്ചാൽ എവിടെ. ഇൻതിലാഖ് എന്ന് പറഞ്ഞാലോ ശുക്രൻ എന്ന് പറഞ്ഞാൽ നന്ദി. സ്വബാൽ ഹൈർ എന്ന് പറഞ്ഞാൽ സ്വബാഹൻ നൂർ എന്ന് പറഞ്ഞാൽ രാവിലെ പറയുന്നതാണ്. അതിൻ്റെ മറുപടി ആയിട്ട് നമ്മൾ സ്വബാൽ ഹൈർ എന്ന് പറയും. ലാൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സംഭാഷണം എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. സഫീർ പറയാണ് സ്വബാൽ ഹൈർ. അപ്പോൾ എന്താ പറയുക? അൻവർ പറയും സ്വബാഹൻ നൂർ. അപ്പോൾ സ്വബാഹൻ നൂർ എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ, ഇവിടെ എഴുതി കൊടുക്കുക. ഇനി ഷാഹദത്തു, ഞാൻ കണ്ടു. എന്താണ് സഫീർ കണ്ടത്? യൗലാനൻ, ഒരു യൗലാനാണ് കണ്ടത് അല്ലേ. അപ്പോൾ യൗലാനൻ എന്നുള്ളത് എവിടെയാണ് കൂട്ടുകാരെ എഴുതേണ്ടത്? രണ്ടാമതായിട്ട് ഇവിടെ യൗലാനൻ എന്ന് എഴുതി കൊടുക്കുക. അൻവർ, അയ്യോ യൗലാൻ, എന്ത് യൗലാനാണ് കണ്ടത്? മുസാബക്കത്ത് കൗസിൽ ആലം, വേൾഡ് ഫുട്ബോൾ കപ്പിനെ കുറിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അൻവർ എന്തോ ചോദിക്കുന്നുണ്ട്. സഫീർ പറയാണ് ഫി ഖത്തർ, ഖത്തറിലാണെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ എന്താ ചോദിക്കുന്നുണ്ടാവുക? എവിടെയാണെന്നാണ് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഏതാണ് എവിടെ എന്നുള്ളതിന്? ഐന. അപ്പോൾ ഐന എന്നുള്ളത് ഇവിടെയാണ് കൂട്ടുകാർ എഴുതി കൊടുക്കേണ്ടത്. ഇനി നസഹത്ത് ഇൻഷാ അല്ലാ, ഞങ്ങൾ ഇൻഷാ അല്ലാ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അൻവർ ചോദിക്കുന്നുണ്ട് മത്ത, എപ്പോഴാണ് പരിപാടികൾ, എപ്പോഴാണ് മാച്ച് എന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ്? മത്ത ഇൻതിലാഖ്. അപ്പോൾ ഇൻതിലാഖ് എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. മത്ത ഇൻതിലാഖ്. അപ്പോൾ സഫീർ പറയുന്നുണ്ട് സെപ്റ്റംബർ 5-നാണ്. അപ്പോൾ അൻവർ എന്താ പറയുക? സഫീർ അഫ്വൻ പറയുന്നുണ്ട്. അപ്പോൾ അൻവർ പറയേണ്ടത് ശുക്രൻ എന്നാണ് അല്ലേ. അപ്പോൾ ശുക്രൻ എന്നുള്ളത് ഇവിടെ എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭാഷണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പിംഗ് വേർഡ്സ് ഇതുപോലെ തരും. അപ്പോൾ അത് കൂട്ടുകാർ വായിക്കുക, എന്നിട്ട് അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് എഴുതുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദുക്കൽ ജറസു ദഹല സഫീർ വ അൻവർ ഇല സൊഫി, എന്താണ്? ബെല്ലടിച്ചു. അപ്പോൾ സഫീറും അൻവറും കൂടെ ക്ലാസ്സിലേക്ക് പോയി.
ജാത്തിൽ മുദരിസത്തു വക്കാലത്ത് മുദരിസ് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഹയ്യാൻ ഉഷാഹിദു വീഡിയോ. എന്നിട്ട് അവർക്കൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫീഹ മസാക്കിൽ ഹൈവാനാത്തി വത്തുയൂർ. എന്താണ് അതിലുള്ളത്? പക്ഷികളുടെയും മൃഗങ്ങളുടെയും വാസസ്ഥലത്തെ കുറിച്ചിട്ടാണ് പഠിപ്പിച്ചത്. ഷാഹദ ഔലാദ് വൽ ബനാത്ത് വീഡിയോ. അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആ വീഡിയോ കണ്ടു. നെസ്ലു വനക്തുബു. നമുക്കതൊന്ന് പൂർത്തിയാക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തേത് എന്ന് പറയുന്നത് കൽബാണ്. കൽബിൻ്റെ വീട് ഏതാണ് കൂട്ടുകാരെ? കൽബിൻ്റെ വീട് ഈ വിജാർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് പശുവാണ്. പശുവിൻ്റെ വീട് ഏതാണ് കൂട്ടുകാരെ? പശുവിൻ്റെ വീട് ഏതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് പശുവിനെ എന്താണ് അറബിയിൽ എഴുതുക എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കണം. എന്താ എഴുതുക? ബക്കറ. അപ്പോൾ അവിടെ ബക്കറ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ബക്കറ എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി നോക്കേണ്ടത് ഏതാണ് നമ്മുടെ ഇതിൻ്റെ വീട് എന്നുള്ളതാണ്. ഏതാണ് കൂട്ടുകാരെ വീട്? വീടെന്ന് പറയുന്നത് ഇതാണല്ലേ. അപ്പോൾ കൂട്ടുകാർ വരച്ചു കൊടുക്കുക, അതിലേക്ക് വരച്ചു കൊടുക്കുക. ഏതാണ്? ഹദീറ എന്നുള്ളതാണ് വീട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ ഇതിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് അസദാണ്. അസദിൻ്റെ വീട് ഏതാണ്? അസദിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, വീടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അസദിൻ്റെ വീട് ഏതാണ് കൂട്ടുകാരെ? നിങ്ങളൊന്ന് കണ്ടുപിടിക്കൂ. അസദിൻ്റെ വീട് എന്ന് പറയുന്നത് ഇതാണല്ലേ. ഇതിനെന്താ നമ്മൾ പറയുക? അരീൻ എന്നാണ് പറയുക. അപ്പോൾ അവിടെ അരീൻ എന്ന് എഴുതി കൊടുക്കുക. അരീൻ. ഇനി ഇങ്ങോട്ട് നേരെ വരച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി അടുത്തത് ആരാണ്? അടുത്തത് ഉറാബാണല്ലേ. അപ്പോൾ അവിടെ ഉറാബ് എന്ന് എഴുതി കൊടുക്കണം. ആദ്യം എഴുതേണ്ടത് എന്താണ്? ഉറാബ് എന്ന് എഴുതി കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഉറാബ് എന്ന് എഴുതി കൊടുക്കുക. ഉറാബ്. ഇനി ഉറാബിൻ്റെ വീട് ഏതാണ്? ഉറാബിൻ്റെ വീട് ഇതാണല്ലേ. ഇതിനെന്താ പറയുക? ഉഷ് എന്നാണ് നമ്മൾ പറയുക. ഉഷ്. ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ദജാജയാണുള്ളത്. ദജാജയുടെ വീട് ഏതാണ്? ഫസ്റ്റ് കാണുന്നതാണല്ലേ. അതിന് നമ്മൾ എന്താ പറയുക? ഹും എന്ന് പറയും അല്ലേ. ഹും എന്ന് പറയും. അപ്പോൾ അവിടെ ഹും എന്ന് എഴുതുക. എന്നിട്ട് ഇത് നേരെ ദജാജനെ ഹുമ്മിലേക്ക് കൊണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. പേര് വിട്ടു പോയത് എഴുതി കൊടുക്കുക. നന്നായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. ബഹദൽ ഒതായി ദഹബൽ ഔലാദില മൈതാൻ. എന്താണ്? ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ മൈതാനിലേക്ക് പോയി, ഒരു ഗ്രൗണ്ടിലേക്ക് പോയി. ഇന്ത മൈതാനും ബുസ്താനും ജമീൽ. അവിടെ ഭംഗിയുള്ള ഒരു ബുസ്താനാണ്, ഒരു ഭംഗിയുള്ള പൂന്തോട്ടം അവിടെയുണ്ട്. ഫീഹി അഷ്ജാറും വസ്ഹാറും വസുമാറും വത്തുയൂറും വൽ ഫറാഷാത്ത്. അവിടെ എന്തൊക്കെയുണ്ട്? അഷ്ജാർ മരങ്ങളുണ്ട്, വസ്ഹാർ പൂക്കളുണ്ട്, അസ്മാർ അവിടെ എന്തുണ്ട്? പഴങ്ങളുണ്ട്, വത്തുയൂർ പക്ഷികളുണ്ട്, വൽ ഫറാഷാത്ത് പൂമ്പാറ്റകളുമുണ്ട്. നുൻഷിദു വനുക്കമ്മിലുൽ മന്ദൂമ. താഴെയുള്ള മന്ദൂമ നമ്മളെടുത്ത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൂരിപ്പിക്കണം. എന്തെഴുതണം ഇവിടെ? അസ്ജാർ അസ്ജാർ ഫി ബുസ്താനിൻ അസ്ജാർ എന്ന് കൊടുത്തിട്ടുണ്ട്. അസ്മാർ പിന്നെന്ത് കൊടുക്കണം? അസ്മാർ എന്ന് തന്നെ എഴുതി കൊടുക്കുക അല്ലേ. അസ്മാർ അസ്മാർ. അപ്പോൾ അവിടെ അസ്മാർ എന്ന് എഴുതി കൊടുക്കുക. അലൽ അസ്ജാരി എന്താ ഉള്ളത്? അസ്മാർ പഴങ്ങളാണ് ഉള്ളത് അല്ലേ. അസ്മാർ. ഇനി ഡാഷ് അഹ്റാസ് എന്നാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടതും അഹ്റാസ് എന്ന് തന്നെയാണ്. അഹ്റാസ് അഹ്റാസ്. പിന്നെയോ ഫി ബുസ്താനി. എവിടെയാണ് അഹ്റാസ് ഉള്ളത്? ഫി ബുസ്താനി. ഫിൽ ബുസ്താനി. ഫിൽ ബുസ്താനി അഹ്റാസ്. അസ്ഹാർ അസ്ഹാർ അലൽ അഹ്റാസി അസ്ഹാർ. അഷ്ടാർ അഷ്ടാർ ഫി ബുസ്താനി അഷ്ടാർ. അപ്പോൾ വളരെ സിമ്പിളാണ്. നേരത്തെ ലൈന് നോക്കുക, അതുപോലെ തന്നെ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇനി അതിനുശേഷം ഹാനൽ വക്തു ദിഹാബ് ഫി ഖത്തർ. എന്താണ്? അങ്ങനെ ഖത്തറിൽ ഇത് നടക്കാൻ പോവാണ്. ഇസ്താദ് സഫീർ വൗസ്രത്തുഹു ലി സഫർ. അങ്ങനെ സഫീറും കുടുംബവും യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അഹദ തക്വീം. അവരൊരു കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. തദക്കർ അയ്യാമു സഫർ താരീഖ്. അവർ പോകുന്ന ട്രാവൽ, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ തീരുമാനിക്കുമല്ലോ ഇന്ന സ്ഥലത്ത് ഇവിടെ എത്തണം, ഇന്ന സ്ഥലത്ത് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കും. അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതൊന്ന് പൂരിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് നുക്കമ്മിൽ തെക്കുവീം. ഈ തെക്കുവീം നമ്മളൊന്ന് പൂരിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ യോമുൽ ലഹദ് തന്നിട്ടുണ്ട്, യോമുൽ ഇസ്നൈനി തന്നിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം മിസ്സിംഗ് ആണ്. യോമുൽ ഇസ്നൈനി കഴിഞ്ഞാൽ പിന്നെ ഏതാ? യോമു സുലസാ അല്ലേ. അപ്പോൾ ഇവിടെ യോമു സുലസാ എന്ന് എഴുതി കൊടുക്കുക. യോമു സുലസാ. ഇനി യോമുൽ അറബിയാവ് തന്നിട്ടുണ്ട്. യോമുൽ അറബിയാവ് കഴിഞ്ഞാൽ യോമുൽ ഹമീസ് വെള്ളിയാഴ്ച അല്ലേ. യോമുൽ ഹമീസ്. ഓക്കെ, ബാക്കി എല്ലാം കറക്റ്റാണ് അല്ലേ. ഇനി 1, 2, 3, 4, 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 6 മിസ്സിംഗ് ആണ്. 6 എഴുതി കൊടുക്കുക. 7 മിസ്സിംഗ് ആണ്, അത് എഴുതുക.
അത് കഴിഞ്ഞാൽ 14 കഴിഞ്ഞാൽ 15 മിസ്സിംഗ് ആണ്, അത് എഴുതി കൊടുക്കാം. പിന്നെ 18 കഴിഞ്ഞാൽ 19 അല്ലേ 17 കഴിഞ്ഞാൽ 19 ആണ്, അപ്പോൾ 18 മിസ്സിംഗ് ആണ്, 18 എഴുതുക. 23 കഴിഞ്ഞാൽ 24 മിസ്സിംഗ് ആണ്, അത് എഴുതുക. 25 മിസ്സിംഗ് ആണ്, അതും എഴുതി കൊടുക്കുക. അപ്പോൾ ഈ ഒരു തെക്കുവീം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. സഹബ സഫീർ വ ഉസ്രത്തുഹു ഇലാ മത്താർ. അങ്ങനെ എന്താണ്, അവർ എയർപോർട്ടിലെത്തി. വസൂലു ഇലാ മത്താർ, അങ്ങനെ മത്താർ വന്നു. ജലസൂഫി ഉർഫത്തിൽ ഇന്തിലാർ, അവർ ആ ഒരു സീറ്റിലിരുന്നു. വജദ സഫീർ ദഫിയൻ ജവ്വാൽ, അങ്ങനെ അവർ എന്താണ് ഫോണൊക്കെ എടുത്തു. അഹദ സഫീർ ജവ്വാൽ വൻലറ ഹൗലഹു റാ റജുലൻ ഹസീനൻ. അപ്പോൾ എന്താണ് തൊട്ടടുത്തായിട്ട് ഒരാൾ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്നതായിട്ട് അവൻ കണ്ടു. ഫദാറ ബൈനഹുമ ഹിവാർ, അവർ രണ്ടുപേരും തമ്മിലുള്ള ഹിവാറാണ് നമ്മളുടെ അടുത്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. സഫീർ പറയാണ് അസ്സലാമു അലൈക്കും എന്ന് സഫീർ പറയാണല്ലേ. സഫീർ അസ്സലാമു അലൈക്കും പറഞ്ഞു. അപ്പോൾ റജുൽ എന്താ പറയേണ്ടത്? വ അലൈക്കും മുസ്സലാം എന്ന് പറയണം അല്ലേ. വ അലൈക്കും മുസ്സലാം എന്ന് മറുപടി കൊടുക്കണം. ഇനി മാതാ അസാബ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റജുൽ പറയാണ് ജവ്വാലി, എൻ്റെ ഫോൺ എന്താണ്, എൻ്റെ ഫോണ് മിസ്സായി. അപ്പോൾ എൻ്റെ ഫോണ് മിസ്സായി. സഫീർ പറയാണ് സൈർ ഔ കബീർ, വലുതാണോ ചെറുതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റജുൽ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കബീർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കബീർ വലുതാണെന്ന് പറയാണ്. അപ്പോൾ പറയാണ്, അപ്പോൾ സഫീറിനെ ഫോൺ കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ സഫീർ പറയാണ് ഹാദാ ജവ്വാലിക്ക, ഇതാണ് നിൻ്റെ ഫോണ്. റജുൽ പറയാണ് മാഷാ അല്ലാ, എന്താണ് മാഷാ അല്ലാ പറയാണ്. ഹക്കൻ അൻത, തീർച്ചയായും തീർച്ചയായും നീ എന്താണ് അമീൻ, തീർച്ചയായും നീ വിശ്വസ്തനാണ്. അല്ലെങ്കിൽ ഫോണ് സഫീർ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ഹക്കൻ അൻത അമീൻ എന്ന് പറയാണ്. റജുൽ പറയാണ് എന്തോ പറയുന്നുണ്ട്, സഫീർ അഫ്വൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഫീർ അഫ്വൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ എന്തായിരിക്കും ശുക്രൻ എന്നാണ് പറയേണ്ടത്, ശുക്രൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സംഭാഷണം എന്ന് പറയുന്നത്. വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.